കറണ്ട് അഫയേഴ്സ് ജൂലൈ 2026. നിതി ആയോഗ് പുതിയ സിഇഒ അനുരാഗ് ജെയിൻ. സ്ത്രീകളുടെ രാത്രികാല യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ഒരുക്കുന്ന പുതിയ പദ്ധതിയാണ് പിങ്ക് ബസ് സർവീസ്. ജൂലൈ 23 ഗതാഗത മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. ഇതിന്റെ ആദ്യഘട്ടം വരുന്നത് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ. 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. 23 ജൂലൈയിൽ ആരംഭിക്കുന്നു. 13 ഇനങ്ങളിലാണ് ഇന്ത്യ മത്സരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും 126 പേരാണ് കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്നത്. 2022 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് ബർമിംഗാമിലാണ്. ഇന്ത്യക്ക് അന്ന് 4ാം സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്. 2026 മീഥെയ്ൻ വാതക സ്ഫോടനം നടന്നത് സിക്കിമിലെ സമർദംഗ് തുരങ്കത്തിലാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന KM ചന്ദ്രശേഖർ സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷനാകുന്നത് മുഖ്യമന്ത്രിയാണ്. മറ്റ് അംഗങ്ങൾ PK കുഞ്ഞാലിക്കുട്ടി, സണ്ണി ജോസഫ്, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, CP ജോൺ എന്നിവർ. 16ാമത് ബ്രിക്സ് ഹെൽത്ത് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് നടക്കുന്നത് ചണ്ഡീഗഡ്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിക്കുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം ഫ്രാൻസ്. ഫ്രാൻസിലാണ് ഉഷ്ണതരംഗത്തെ തുടർന്ന് 3 ആണവ റിയാക്ടറുകൾ ഈയിടെ അടച്ചു. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടൻ മമ്മൂട്ടി. രാജ്യത്ത് ആദ്യമായി വികസിപ്പിച്ച സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ആണ്. ഇതിന്റെ വിക്ഷേപണം വിജയമായിരുന്നു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ജൂലൈ 18 ആയിരുന്നു വിക്ഷേപിച്ചത്. സ്കൈറൂട്ട് എയറോസ്പേസ് ആണ് ഈ റോക്കറ്റ് വികസിപ്പിച്ചത്. ഇതിന്റെ CEO പവൻ K ചന്ദന. ISRO മുൻ ശാസ്ത്രജ്ഞനായിരുന്നു പവൻ K ചന്ദന. അതുപോലെ തന്നെ ഫൗണ്ടർ ആയിട്ടുള്ള നാഗഭാരത് ഡാക്ക എന്നിവർ. സ്വകാര്യ ഓർബിറ്റലിലൂടെയുള്ള റോക്കറ്റ് വിക്ഷേപണം സാധ്യമാകുന്ന 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്.